ലൂക്കോസ് 8-ാം അധ്യായം 1-3 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ലൂക്കോസ് 8-ാം അധ്യായം 1-3. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോട് കൂടെ 12 പേരും. അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയും സൂസന്നയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു. യേശു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്ത്രീകൾ കൂടെ വന്നായിരുന്നു. അതിലൊന്ന് മഗ്ദലക്കാരത്തി മറിയ, സൂസന്ന, യോഹന്ന, സൂസന്ന, മഗ്ദലക്കാരത്തി മറിയ, പിന്നെ സ്ത്രീകൾ, ഭൂതമൊക്കെ മാറ്റിയ സ്ത്രീകൾ. ഇവരെല്ലാം കൂടി ആണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കുന്നത്? യേശുപ്പച്ചൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. യേശുപ്പച്ചൻ കാരണം നമ്മുടെ ഭൂതങ്ങൾ പുറത്താക്കപ്പെടുന്നു. സ്ത്രീകൾ 7 ഭൂതങ്ങൾ ബാധിച്ച് മഗ്ദലക്കാരത്തി മറിയ, ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ടാലും എന്തവസ്ഥയിലും മധ്യത്തിലും ദൈവം യേശുപ്പച്ചൻ അത് മാറ്റുന്നതാണ്. യേശുപ്പച്ചൻ സൗഖ്യം വരുത്തുന്ന ദൈവമാണ്. സൗഖ്യം വരുത്തുന്ന ഭൂതങ്ങൾ ബാധിച്ചവരെ സൗഖ്യപ്പെടുത്തുന്നത് യേശുപ്പച്ചനാണ്. അപ്പോൾ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ഭൂതമുണ്ട്. 7 ഭൂതങ്ങൾ വിട്ടുപോയ 7 ഭൂതങ്ങൾ ആ മഗ്ദലക്കാരത്തി മറിയയുടെ മേലുണ്ടായിരുന്നു. എന്നാൽ യേശുപ്പച്ചൻ ആ മഗ്ദലക്കാരത്തി മറിയയെ സൗഖ്യപ്പെടുത്തി. അവർ ദൈവരാജ്യം പ്രസംഗിച്ച് സൂക്ഷിച്ചുകൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവരെന്താണ് ചെയ്തത്? പട്ടണം തോറും യേശുപ്പച്ചനെക്കുറിച്ച് സംസാരിച്ചും ദൈവത്തെക്കുറിച്ച് സുവിശേഷം പറഞ്ഞും ഒക്കെ നടന്നുകൊണ്ടിരുന്നു. അന്നേരം ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ആ സമയത്തൊക്കെ. യേശുപ്പച്ചൻ വഴി നടന്നു പോയാൽ കണ്ണില്ലാത്ത ബർത്ലൊമേയെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അലറി വിളിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. യേശുപ്പച്ചൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് യേശുപ്പച്ചനെ മുറുകെ നാം പിടിക്കാം. യേശുപ്പച്ചനെ ദൈവരാജ്യം പറയുന്ന യേശുപ്പച്ചനെ നാം കൈക്കൊള്ളാം. സ്ത്രീകൾ കടന്നുപോയെന്ന് നമ്മൾ വായിക്കുന്നത്. സ്ത്രീകളെല്ലാം യേശുപ്പച്ചൻ്റെ കൂടെ നടന്നു പോവുകയാണ്. അവർക്കെല്ലാം വളരെ സന്തോഷമാണ്. യേശുപ്പച്ചനുള്ളപ്പോൾ ഞങ്ങൾക്ക് എന്താണ് വിഷമെന്ന്, ഞങ്ങൾക്ക് എന്താണ് കിട്ടാതിരിക്കുക, ഞങ്ങൾക്കെല്ലാം കിട്ടി എന്നുള്ള സന്തോഷത്തോടെ അവർ നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു വാക്യം നിങ്ങൾ ധ്യാനിക്കാം. ലൂക്കോസ് 8-ാം അധ്യായം 1-3 വാക്യങ്ങൾ ധ്യാനിക്കാം. യേശുപ്പച്ചൻ ദൈവരാജ്യം പ്രസംഗിച്ചു, ശുശ്രൂഷ ചെയ്തു, സൗഖ്യപ്പെടുത്തി എന്ന് നമ്മൾ കാണുന്നു. ആമീൻ, ആമീൻ.